രണ്ട് പേരെയും കൂടെ നമുക്ക് പത്തരമാറ്റത്തെ രണ്ട് പേരെയും കൂടെ ഇവിടെ സ്റ്റേജിൽ വിളിക്കേണ്ടതുണ്ട്. അതുവെച്ചാൽ അവരവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളെ വേണ്ടെന്ന് പറയുന്നുണ്ട്. വേണ്ടെന്ന് പറയുന്ന ആ രണ്ടുപേരെ തന്നെ വിളിക്കാം അല്ലേ? അതിൽ ആദ്യം ഒട്ടും വേണ്ടെന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട്, അയാളെ തന്നെ ആദ്യം വിളിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഇല്ലെങ്കിൽ ഇവരൊന്നും നന്നായി പെർഫോം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരിയല്ലേ? പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ ഇവരെല്ലാരെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണല്ലേ? ഇവരൊക്കെ ഇങ്ങനെ മര്യാദക്ക് ഇരിക്കുന്നുണ്ട്, എല്ലാവരും നല്ല മര്യാദ കുട്ടികളായിട്ട്. എന്താ കാരണം? ഇരുത്തിയിട്ട് പിന്നിലിരുന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതന്നെ, അവിടെ കണിഞ്ഞാൻ കംപ്ലീറ്റ് ഉണ്ണിച്ചേട്ടന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇവര് നല്ല മര്യാദക്കാരായിട്ടിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരെയും വിളിക്കാം, യഹിയ ഖാദറിനെയും അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടനെയും. രണ്ടുപേരെയും നിങ്ങളുടെ എല്ലാവരെയും കയ്യടിയോടിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തുനിന്ന് ഇവിടം വരെ ട്രെയിൻ കയറി വന്നിട്ട് രണ്ട് വാക്ക് ഉണ്ണി സംസാരിക്കണം. പറ്റില്ല, ഉണ്ണി സംസാരിക്കണം. എന്താ പറയാ, ഇവരെയൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത് എളുപ്പമുള്ള ഒരു പണിയാണോ? അതാ ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ. ജോലിയാണല്ലേ? വലിയൊരു ജോലിയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ലേ? കൊണ്ടുപോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും 2 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. നമ്മളൊരു ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നിരചേട്ടാ പണി തന്നു. ഉണ്ണിയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ കറക്റ്റ് സമയത്തിന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ചിലർ വിളിച്ചാൽ വരില്ല, അല്ല ഉണ്ണി, ഞാനല്ല. അപ്പോൾ അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ് അല്ലേ? ഡയറക്ടറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നന്ദി, താങ്ക്സ് പറയാനുള്ളത് ഇവരുടെ ബിമിതയുടെ ഹസ്ബൻഡ് ടിറ്റോ. കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു രസകരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ കാണിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇവർ നോക്കി അവരുടെ ആക്ടിവിറ്റീസൊക്കെ നോക്കിയിരിക്കും. 3 പിള്ളേരുണ്ട് എനിക്ക്, വൈഫടക്കം 4 പിള്ളേർ. ഞങ്ങളൊരു കുട്ടികളുടെ മനസ്സാണ് അത്, എൻ്റെ കുട്ടികളുടെ മനസ്സാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ശബ്ദം പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. എൻ്റെ കുറച്ച് കട്ടിയുള്ള ശബ്ദമാണ് കേട്ടോ, ഉണ്ണിയുടെ പോലെ കുറച്ച് കട്ടിയുള്ള ശബ്ദമാണ്. അതായത് യഹിയ നമുക്ക് വേണ്ടി, യഹിയ നല്ലൊരു പാട്ടുകാരനാണ്. ഞാൻ മിക്കവാറും യൂട്യൂബിലൊക്കെ യഹിയുടെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. കുറേ ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പാട്ട് പാടുന്ന കാര്യത്തിലും. കുട്ടികളുടെ മനസ്സുണ്ടെന്ന് പറയുന്നുണ്ട്. കുട്ടികളെ മാത്രം നോക്കുന്ന പരിപാടിയല്ലല്ലോ. അതായത് കുട്ടികളുടെ കാര്യം പറഞ്ഞു. അതായത് വീട്ടിൽ ഞാനൊരു സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഡേ കെയർ തുടങ്ങാനുള്ള പരിപാടിയായിരുന്നു, ഞാനും വൈഫും കൂടി. പാവർട്ടിയിലെ അല്ല, ഇരിഞ്ഞാലക്കുടയിൽ. കാരണം വെച്ചാൽ ഞങ്ങളുടെ പിള്ളേരെ വെച്ചിട്ടല്ല, അത് ഡ്രോപ്പ് ചെയ്തു. അത് 3 എത്തിയപ്പോൾ ഡ്രോപ്പ് ചെയ്തു, വേറെ പിള്ളേരെ വെച്ചിട്ട്. കാരണം എനിക്ക് അത്ര പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികളെ ഇത്ര അധികം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേ സ്കൂൾ, പാവർട്ടി പ്ലേ സ്കൂൾ കണ്ട് വേണമെങ്കിൽ ഒരു പുതിയ കുട്ടീനൊക്കെ വേണമെങ്കിൽ നോക്കാം. വേണമെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. അതായത് പ്ലേ സ്കൂൾ കണ്ടിട്ട്, ഞങ്ങളുടെ പ്ലേ സ്കൂളിൻ്റെ ബോർഡ് കണ്ടിട്ട് കുട്ടികളൊക്കെ നോക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നോക്കാവുന്നുള്ളൂ. അതെയോ? പിന്നെ ആലോചിക്കാം. എന്തായാലും പാട്ട് വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതിന് നന്ദി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വരാൻ പറ്റിയതിനുള്ള അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പത്തരമാറ്റിൻ്റെ ആൾക്കാരാണ്. കാരണം വെച്ചാൽ അവർ അതിലഭിനയിച്ചില്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ലല്ലോ, പത്തരമാറ്റിൻ്റെ ആൾക്കാരല്ലേ. അതെ, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ണിച്ചേട്ടൻ തന്നെ. അതെ ഉണ്ണിച്ചേട്ടൻ. പിന്നെ നിങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ ഒരു സ്നേഹം, സൗഹൃദം അതെ ഷെയർ ചെയ്യാൻ പറ്റി, വളരെ സന്തോഷം. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. എന്താ പറയുക, പാട്ട് പാടണം. പാട്ട് പാടാൻ ശബ്ദം ശരിയല്ല. അത് നിങ്ങൾ യേശുദാസാണോ? ശബ്ദം 2 ദിവസമായിട്ട് സാധകം ചെയ്തിട്ടില്ല. 2 വരി പാടാം, ഞങ്ങളൊക്കെ കേൾക്കും. അല്ല, അതിന് 4 ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശബ്ദം ശരിയല്ല, ഞാൻ ഹൈ പിച്ചിൽ പോകുമ്പോൾ ചിലപ്പോൾ നിർത്തും. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഞങ്ങൾ അവസാനം കൈയടിക്കും. കുട്ടികൾക്കായുള്ള പാട്ട് പാടാം, ചെറിയ പിള്ളേരല്ല. മുത്തുമണി തൂവൽ തരാ, അള്ളിത്തളിരാടത്തരാ, മുത്തുമണി തൂവൽ തരാ, അള്ളിത്തളിരാടത്തരാ,
മധുരം പകരാ ചെറുപൂങ്കാറ്റ അത് നീ മൂള എൻ കനവിലുറങ്ങും കണ്ണീർ കുരുവികളെ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ. താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പം ഇത്രയൊക്കെ ഉള്ളിരുന്നു ദേ ഉണ്ണിച്ചേട്ടൻ രക്ഷപ്പെട്ടു പോന്നു. എന്തായാലും വലിയ സന്തോഷം.